എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് RTE? RTE എന്ന് പറഞ്ഞാൽ എന്താണ്? RTE മീൻസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. RTE എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബിക്കെയിം എ ഫണ്ടമെൻ്റൽ റൈറ്റ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു റൈറ്റാണ്, ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ത്രൂ എ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഇൻ 2002. 2002 മുതലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിലവിൽ വന്നത്. ഇറ്റ് സേസ് ദാറ്റ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ, ഫ്രീ ആണ്, അതേപോലെ നിർബന്ധമാണ് എല്ലാ കുട്ടികൾക്കും. ബിറ്റ്വീൻ 6 and 14 ഇയേഴ്സ് ഓഫ് ഏജ്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും അതേപോലെ തന്നെ സൗജന്യവുമായ വിദ്യാഭ്യാസം കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. ഹാസ് ബീൻ മെയ്ഡ് പാർട്ട് ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ RTE എന്ന് പറയുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. ഇറ്റ് ബിക്കംസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ത്രൂ എ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് മെയ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഇൻ 2002. ഇറ്റ് സേസ് ദാറ്റ് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 ഇയേഴ്സ് ഓഫ് ഏജ് ഹാസ് ബീൻ മെയ്ഡ് പാർട്ട് ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. ഇത് പദസൂര്യം പോലെയൊക്കെ ഈ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഇവിടെ എഴുതും, ബാക്കിയൊക്കെ നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ പാർലമെൻ്ററി സിസ്റ്റം, ഫസ്റ്റ് വൺ എന്താണ്? പാർലമെൻ്ററി സിസ്റ്റം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റ് പ്രിൻസിപ്പിൾ, ദ റൂൾ ഓഫ് ലോ, ഫെഡറൽ സിസ്റ്റം, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. അപ്പോൾ ഇതിലൊരു 3 പഠിച്ചു വെച്ചാൽ മതി. എന്തൊക്കെയാണ്? പാർലമെൻ്ററി സിസ്റ്റം, പിന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ്, റൂൾ ഓഫ് ലോ, ഫെഡറൽ സിസ്റ്റം, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം. ഇതൊക്കെ എന്താണ്? മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇനി അടുത്തത്, വാട്ട് ഈസ് പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം? എന്താണ് പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? പീപ്പിൾ ഇലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ് ത്രൂ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി ടു ഗവേൺ ദ കൺട്രി. അപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കാൻ വേണ്ടിയിട്ട് പീപ്പിളാണ് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ എന്താണ്? 18 വയസ്സുള്ള ഇന്ത്യയിലുള്ള ഏത് പൗരനും എന്താണ്? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ടു ഗവേൺ ഇന്ത്യ. ദ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഫങ്ഷൻ എ കൗൺസിൽ ഓഫ് പീപ്പിൾ റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ ഈ ഇലക്റ്റഡ് മെമ്പേഴ്സാണ് ജനങ്ങളെ ഭരിക്കാനായിട്ട് ഒരു കൗൺസിൽ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ബേസിക് ഗോൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ഗോൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ബേസിക് ഗോൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? സോവറിനിറ്റി, സോഷ്യലിസം, ഡെമോക്രസി, സെക്യുലറിസം. എന്തൊക്കെയാണ്? സോവറിനിറ്റി, സോഷ്യലിസം, ഡെമോക്രസി, സെക്യുലറിസം. ബേസിക് ഗോൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. സോവറിനിറ്റി, സോഷ്യലിസം, ഡെമോക്രസി ആൻഡ് സെക്യുലറിസം. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ആൻ ഒതൻറ്റിക് ഡോക്യുമെൻറ്റ്. Authentic document containing the basic ideas, പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് കൺട്രി. ഒരു രാജ്യത്തിലെ ബേസിക് ഐഡിയകൾ, അതേപോലെ അവിടുത്തെ റൂൾസ്, അവിടുത്തെ നിയമങ്ങൾ, ഇതൊക്കെ അടങ്ങുന്ന ഒരു ഒതൻറ്റിക് ഡോക്യുമെൻറ്റിനെയാണ്, ഔദ്യോഗികമായൊരു രേഖയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദ ലോസ് ഗവേണിംഗ് എ കൺട്രി ഒറിജിനേറ്റ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. എവറി കൺട്രി ഈസ് റൂൾഡ് ഓൺ ദ ബേസിസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ രാജ്യവും ഭരിക്കുന്നത് എന്താണ്? ഈ കോൺസ്റ്റിറ്റ്യൂഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇനി കണ്ടൻറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ടൻറ്റ് എന്താണ്? പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആമുഖം. അത് നമ്മുടെ റിട്ടേൺ ചെയ്തത് ആരാണ്? നെഹ്റു ആണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് പ്രിയാമ്പിൾ റിട്ടേൺ ചെയ്തത്. പിന്നെ എന്താണ് ഉള്ളത്? 395 ആർട്ടിക്കിൾസ് ആണുള്ളത്. പിന്നെ 12 ഷെഡ്യൂൾസ്, 22 പാർട്സ്, 98 അമെൻമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വാട്ട് ആർ ദ ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ? അതിൻ്റെ ഏജൻസീസ് ഒക്കെ ഏതൊക്കെയാണ്? ഫാമിലി, പിയർ ഗ്രൂപ്പ്, മാസ് മീഡിയ, സ്കൂൾ. ഏതൊക്കെയാണ്? ഫാമിലി, പിയർ ഗ്രൂപ്പ്, മാസ് മീഡിയ, സ്കൂൾ സോഷ്യലൈസേഷൻ്റെ ഏജൻസികളാണ്. ഇനി വാട്ട് ഡു വൺ ലേൺ ഫ്രം ഫാമിലി? ഒരാൾ ഫാമിലിയിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന്? ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി, റെസ്പെക്റ്റ് ആൻഡ് ലവ് ഫോർ എൽഡേഴ്സ്, ഗുഡ് ഹാബിറ്റ്സ്. എന്തൊക്കെയാണ്? ഡിസിപ്ലിൻ, അച്ചടക്കം, പങ്ക്ച്വാലിറ്റി, കൃത്യനിഷ്ഠ,
റെസ്പെക്റ്റ് ആൻഡ് ലവ് ഫോർ എൽഡേഴ്സ്, മുതിർന്നവരെ ബഹുമാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക. ഗുഡ് ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ. ഇതൊക്കെ എവിടെ നിന്നാണ് പഠിക്കുന്നത്? ഫാമിലിയിൽ നിന്നാണ് പഠിക്കുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. കമ്മ്യൂണിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി വിത്ത് ദ ഫീലിംഗ് ഓഫ് വൺനെസ്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്, എല്ലാവർക്കും ഒരു ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ദ ലൊക്കാലിറ്റി വിത്ത് ദ സെയിം ട്രഡീഷൻ, കസ്റ്റം, ബിഹേവിയർ, എക്സെട്ര. Community is a smaller unit, wherever compared to community, society is a bigger unit. Relationship among the number of community is more intense. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർ തമ്മിൽ നല്ലൊരു റിലേഷൻ ആയിരിക്കും. അതേപോലെ റിലേഷൻഷിപ്പ് ഓഫ് എ സൊസൈറ്റി ഓർ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ഈസ് ലെസ് ഇൻറ്റൻസ്. ഇവിടുത്തെന്ന് പറയുന്നത് വലിയൊരു ഗ്രൂപ്പാണ്, അതുകൊണ്ട് അത്ര തന്നെ, അതായത് കമ്മ്യൂണിറ്റിനെ അപേക്ഷിച്ച് അടുപ്പം കുറവായിരിക്കും. ഇനി അടുത്തത് ഫോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈൻ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിമൈനിങ് സസ്പെൻഡഡ് ലൈക്ക് സ്മോക്ക് ഓവർ വാലീസ് ആൻഡ് വാട്ടർ ബോഡീസ് ദെയർ ഫോം അറ്റ് കണ്ടൻസേഷൻ ഈസ് കോൾഡ് ഫോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഗും ഡ്യൂവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഫൈൻ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് റിമൈനിങ് സസ്പെൻഡഡ് ലൈക്ക് സ്മോക്ക് ഓവർ ദ വാലീസ് ആൻഡ് വാട്ടർ ബോഡീസ് ദെയർ ഫോം അറ്റ് കണ്ടൻസേഷൻ ഈസ് കോൾഡ് ഫോഗ്. ഇനി വാട്ട് ഈസ് ഡ്യൂ എന്ന് പറഞ്ഞാൽ ഇൻ കൂൾ മോർണിംഗ് കണ്ടൻസ്ഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഓൺ ഗ്രാസ് ബ്ലേഡ്സ് ആൻഡ് അതർ കോൾഡ് സർഫസ്. ദിസ് ഈസ് കോൾഡ് ഡ്യൂ. അതായത് കണ്ടൻസ്ഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്, അതായത് നമ്മൾ നല്ല രാവിലെ നോക്കുമ്പോൾ പുല്ലിൻ്റെ അവിടെയൊക്കെ ഒരു ഇങ്ങനെ തുള്ളി വീഴാനാവുന്ന പോലെ കാണും, ആ ഒരു സംഭവത്തിനെയാണ് ഡ്യൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് പ്രസിപ്പിറ്റേഷൻ മീൻസ് എനി കൈൻഡ് ഓഫ് വാട്ടർ മെറ്റീരിയൽ ലൈക്ക് റെയിൻ, സ്നോ, etc. are produced in the form of atmosphere move down under the influences of. ഇനി പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫോംസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ഏതൊക്കെയാണ്? റെയിൻഫോൾ ഉണ്ട്, പിന്നെ സ്നോഫാൾ ഉണ്ട്, ഹെയിൽസ്റ്റോൺ ഉണ്ട്. റെയിൻഫോൾ എന്ന് പറയുന്നത് ഇൻ ദ ഫോം ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, വെള്ളത്തുള്ളികളായിട്ട് താഴോട്ട് വരിക. സ്നോഫോൾ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഓഫ് ഐസിൻ്റെ രൂപത്തിൽ താഴോട്ട് വീഴുക. ഹെയിൽസ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ് പെല്ലറ്റ്സ് ആയിട്ട് താഴോട്ട് വീഴുന്നതിനാണ്. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ 3 തരത്തിലുണ്ട്, ഒന്ന് റെയിൻഫോൾ, സ്നോഫോൾ, ഹെയിൽസ്റ്റോൺ. ഇനി അടുത്ത ചോദ്യമാണ്, ഹു വാസ് ദ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി? ആരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീൻ്റെ ചെയർമാൻ? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ഹു ഈസ് നോൺ ആസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ആരാണ്? ഡോക്ടർ അംബേദ്കർ.